നമസ്കാരം. ഒരു രാജ്യത്തെ ജനക്കൂട്ടം ആ രാജ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നത നേതാവിനെ കശാപ്പുകാരൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താകും അയാളുടെ സ്വഭാവം? എന്തായാലും അയാൾ ജനങ്ങൾക്ക് ഹിതകരമായി പ്രവർത്തിക്കുന്ന ഒരാളല്ലെന്ന് ആ വാക്കിൽ നിന്നും വ്യക്തമാണ്. മുൻപ് സിറിയയിലെ മുൻ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദിനും ഹമാസ് ഭീകരൻ യഹ്യ സിൻവറിനും പടിഞ്ഞാറൻ സുഡാനീസ് നഗരമായ എൽഫാഷറിൽ സിവിലിയന്മാരെ കൊലപ്പെടുത്തിയ ബ്രിഗേഡിയർ ജനറൽ അൽ ഫത്തെ അബ്ദുള്ള ഇദ്രിസിനും ഇത്തരത്തിൽ കശാപ്പുകാരൻ എന്ന പേര് ചാർത്തിക്കെട്ടിയിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരുടെ ക്രൂരതകൾ. ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് രഹസ്യമായി പുറത്തുവരുന്ന സന്ദേശങ്ങൾ ഇറാനിലെ പുതിയൊരു ക്രൂരതയുടെ തുടക്കത്തെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തുകയാണ്. US ബോംബാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ പുരോഹിത സമിതിയായ അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സ് മൊജ്തബ ഖമീനി രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുവെന്നാണ് വിവരം. രക്തച്ചൊരിച്ചിലിന്റെ നീണ്ട ചരിത്രം പരിചിതമായ ഇറാനിയൻ ജനത ഇതിനകം അദ്ദേഹത്തെ പുതിയ കശാപ്പുകാരനെന്നാണ് വിശേഷിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മൊജ്തബയുടെ ഈ സ്ഥാനാരോഹണം ഒരു പാരമ്പര്യ സ്വേച്ഛാധിപത്യത്തിന്റെ ആരംഭമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 56-കാരനായ മൊജ്തബയെ പ്രാപ്തനും കരുത്തനുമായ നേതാവായിട്ടാണ് ഭരണകൂടത്തിനുള്ളിൽ ഭൂരിഭാഗം പേരും കാണുന്നത് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാരോഹണം വൻതോതിലുള്ള കൂട്ടക്കൊലകളുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് താഴെത്തട്ടിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. ജനുവരിയിലെ പ്രതിഷേധങ്ങൾക്കിടെ തെരുവുകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞതും 2022 സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തിയതും ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ അടിച്ചമർത്തലുകളിൽ മൊജ്തബ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഖമേനിക്ക് പിൻഗാമിയായി മൊജ്തബ വന്നാലും ഇറാനിലെ ജനങ്ങളുടെ ജീവിതത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ചുരുക്കം. അദ്ദേഹം പിതാവിനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിലും മോശമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളൊന്നും മാറുമെന്ന് താൻ കരുതുന്നില്ല. അമേരിക്കയുടെയും നിരപരാധികളായ ഇറാനികളുടെയും ഈ ശ്രമങ്ങളെല്ലാം വെറുതെയാകും. പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒന്നാമനാകും. ഇറാനിലെ പുറത്തുള്ള ഇറാൻ സ്വദേശിയായ ഒരു വ്യക്തി ഡെയിലി മെയിലിനോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. രാജ്യത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ അവരുടെ ജനജീവിതം ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയിലാണ്. പുതിയ നേതാവ് എന്ത് ക്രൂരതയാണ് അഴിച്ചുവിടാൻ പോകുന്നത് എന്ന ഭയത്താൽ വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കൂട്ടം ആളുകളും ഇറാനിലുണ്ട്. ഇപ്പോൾ സുരക്ഷിതമായി രാജ്യം വിട്ട മറ്റൊരു യുവാവ് ഇറാനിലുള്ള തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച ഭയാനകമായ ചില സന്ദേശങ്ങൾ പങ്കുവച്ചിരുന്നു. ഇളയ ഖമേനി ഉപരോധങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിനും ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്നതിനും കുപ്രസിദ്ധനാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന ഭയാനകമായ ചിന്ത ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 50കളിൽ അധികാരത്തിലെത്തിയ തൻ്റെ പിതാവിനെ പോലെ നിലവിലെ അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടികളെ അതിജീവിച്ചാൽ മൊജ്തബയുടെ ഭരണവും വർഷങ്ങളോളം നീണ്ടു നിന്നേക്കാം. മുതിർന്ന നേതാക്കളെല്ലാം ഇല്ലാതായതിൽ ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ സന്തുഷ്ടരാണ്. എന്നാൽ തുടർന്ന് എന്ത് സംഭവിക്കുമെന്നതിലാണ് പലരുടെയും ആശങ്ക. അലി ഖമേനി വളരെ പ്രായമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചാൽ ചെറിയൊരു മാറ്റമെങ്കിലും സംഭവിക്കുമെന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ മൊജ്തബയാണ് പകരം വരുന്നതെങ്കിൽ അദ്ദേഹം ചെറുപ്പമാണ്. അതിനാൽ തന്നെ വർഷങ്ങളോളം അദ്ദേഹം അധികാരത്തിൽ തുടരുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനിൽ തന്നെയുള്ള മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ്: ആ ഭരണകൂടത്തിൽ നിന്ന് ആര് വന്നാലും അത് വടക്കൻ കൊറിയയിൽ പിതാവിൻ്റെ സ്ഥാനത്ത് മകൻ വന്നതുപോലെ തന്നെയായിരിക്കും. ഒരേ പ്രത്യയശാസ്ത്രം, ഒരേ ദുരിതം അവർ പക വീട്ടുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. മിക്കവാറും എല്ലാ രാത്രികളിലും ഭരണകൂട അനുകൂലികൾ തെരുവിലിറങ്ങി പഹലവിക്കും അമേരിക്കയ്ക്കുമെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ അയൽപക്കങ്ങളിലും ഇത് കാണാമെന്നും അദ്ദേഹം പറയുന്നു. 1979 നാട് കടത്തപ്പെട്ട ഇറാനിലെ അവസാനത്തെ ഷായുടെ മകനായ പ്രിൻസ് റസ പഹ്ലവിയാണ് രാജ്യത്തിന്റെ ഭരണമാറ്റത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്. വാഷിംഗ്ടൺ DC പ്രാന്തപ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിലും ഭരണകൂടം മാറുന്നതിനായി ഇറാനികൾക്ക് തങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ആവേശം പകർന്നു നൽകുന്ന ശക്തമായ ശബ്ദമായി അദ്ദേഹം നിലകൊള്ളുന്നു. എന്നാൽ മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നും വ്യക്തമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെ ഇറാനികളോട് ഈ സമയത്ത് സുരക്ഷിതമായിരിക്കാനും തൻ്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അസംബ്ലിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് മൊജ്തബയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. 86-കാരനായിരുന്ന ആയത്തുള്ള അലി ഖമീനി മരിക്കുന്നതിന് മുൻപ് രഹസ്യമായി 3 പേരെ പിൻഗാമികളായി നിശ്ചയിച്ചിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ മകനായിരുന്നില്ല. ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ മൗസനി എജയ്, ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹജാസി, ഇറാനിലെ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയുടെ കൊച്ചുമകൻ ഹസൻ ഖമീനി എന്നിവരായിരുന്നു അവർ. ഹജാസി മരിച്ചതായിട്ടാണ് ഇസ്രയേലി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. മൊജ്തബയ്ക്ക് ഒരു കൂട്ടം ആളുകളുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാലും അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ദുർബലനാണെന്നാണ് US-ന്റെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. വൈദികപരമായ അറിവിൻ്റെ കാര്യത്തിൽ മൊജ്തബ ദുർബലനാണെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പാണ്ഡിത്യം കൊണ്ട് ഒരു മുജ്തഹിദ് പദവി പോലും ആയത്തുള്ള എന്ന പദവി പോയിട്ട് അദ്ദേഹം ഒരിക്കൽ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. UK-ലെ ആശുപത്രികളിൽ മൊജ്തബ ആവർത്തിച്ച് ലൈംഗിക ശേഷിക്കുറവിന് ചികിത്സ തേടിയിരുന്നുവെന്നും ചില വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പരമ്പര നിലനിർത്താൻ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നെന്നും 4 തവണത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഒടുവിൽ അദ്ദേഹത്തിന് ഒരു മകൻ പിറന്നതെന്നും പിതാവിൻ്റെ ഓർമ്മയ്ക്കായി അലി എന്നാണ് ആ മകന് പേരിട്ടിരുന്നതെന്നുമാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്.